Okay, suppose A and B are two invertible matrices. A and A comma B are invertible matrices. A and B invertible matrices and their product A into B. Suppose A into B is also invertible. A and B two different matrices are. A is an invertible matrix. Similarly, B is also an invertible matrix. അല്ലാതെ ബി എൻ്റെ ഇൻവേഴ്സ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, എ ബിൻ്റെ ഇൻവേഴ്സ് ആണെന്നും പറഞ്ഞിട്ടില്ല. എ ആൻഡ് ബി ആർ എനി ടു ഇൻവേർട്ടിബിൾ മെട്രിസസ് ആൻഡ് ഇറ്റ്സ് പ്രോഡക്റ്റ് എ ബി exists and its inverse is this is also an invertible matrix. അപ്പോൾ എന്താ പറഞ്ഞത്, ഇപ്പം എ ഒരു ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണ്, ബി ഒരു ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണ്, അതിൻ്റെ പ്രോഡക്റ്റ് എ ബിയും ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണെന്ന് വിചാരിച്ചു. എ ബി ഈസ് ഓൾസോ ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആൻഡ് ഇതിൻ്റെ ഇൻവേഴ്സ് എ ബി ഓൾ ഇൻവേഴ്സ് ആണെന്ന് വിചാരിച്ചു. ക്ലിയർ? അപ്പോൾ എ ബി ഇൻറ്റു എ ബി ഓൾ ഇൻവേഴ്സ്, വാട്ട് വിൽ ബി ദിസ് വൺ? ഇപ്പോൾ ഇൻവേഴ്സ് നമ്മൾ ഇതുപോലെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഇപ്പം ബി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എ ആണെങ്കിൽ എ ഇൻവേഴ്സ് ഈക്വൽ ടു ബി എന്നാണ് പറയുക. അപ്പോൾ ഇൻവേഴ്സിൻ്റെ നൊട്ടേഷൻ എന്താണ്? എ റൈസ് ടു -1. ഓക്കെ, സി ഇത് മനസ്സിലായോ നമുക്ക്? എ ബി ഇൻറ്റു എ ബി ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു ഐ. ക്ലിയർ ആയിട്ടുണ്ടോ? എന്താ പറഞ്ഞത്? ഇപ്പം എ ബിൻ്റെ ഇൻവേഴ്സ് ആരാണ്? സപ്പോസ് ഇത് എ ബി ഹോൾ ഇൻവേഴ്സ്. സോ എ ബി ഇൻറ്റു എ ബി ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു ഐ. ഇപ്പോൾ എ ബി ആൻഡ് എ ബി ഹോൾ ഇൻവേഴ്സ്, എ ബി ആൻഡ് എ ബി ഹോൾ ഇൻവേഴ്സ് ആർ ടു മെട്രിസസ്. അപ്പം എ ബിൻ്റെ ഇൻവേഴ്സ് എ ബി ഹോൾ ഇൻവേഴ്സ് ആണ്. സോ വെൻ വി ആർ മൾട്ടിപ്ലൈയിങ് എ ബി ആൻഡ് എ ബി ഹോൾ ഇൻവേഴ്സ്, ആൻസർ വിൽ ബി ഐഡൻറ്റിറ്റി മാട്രിക്സ്. ഓക്കെ, അപ്പോൾ എ ബി ഇൻറ്റു എ ബി ഹോൾ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി മാട്രിക്സ്. Then suppose we are multiplying, suppose it is equation number 1, multiply this concept by A inverse, then what happens? A inverse ഇവിടെ കൊടുത്തു, A inverse. അപ്പോൾ ഇവിടെ A inverse വേണം. So A inverse into AB into AB whole inverse is equal to A inverse into I. അപ്പോൾ നമ്മൾ ചെയ്തത് ഇത് ക്ലിയർ. A is an invertible matrix, B is another invertible matrix, then their product is also an invertible matrix, that is AB. AB is a product. If AB is invertible, its inverse will be AB whole inverse, then their product will be identity matrix. ഇനി നമ്മൾ ചെയ്തത് ഈ എക്സ്പ്രഷനിൽ എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്പിൾ ആക്കി. അപ്പോൾ ഇവിടെയും എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്പിൾ ആക്കി, ഒരു സൗകര്യത്തിന് വേണ്ടി. എന്തിനാണെന്ന് പിന്നെ പറയാം. അപ്പോൾ എ ഇൻവേഴ്സ് എ ബി ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഐ. Then here, what about A inverse into A? A inverse into A. A inverse means inverse of A. So A inverse into A is what? I, identity matrix. അല്ലേ? അപ്പോൾ A into B is equal to I എന്ന് പറഞ്ഞപ്പോഴാണ് B is the inverse of A. B is the inverse of A. അപ്പോൾ അതുപോലെ എൻ്റെ ഇൻവേഴ്സ് ആണ് എ ഇൻവേഴ്സ്. ദെർഫോർ എ ഇൻവേഴ്സ് ഇൻറ്റു എ ഈസ് ഈക്വൽ ടു ഐ. ദെൻ ബി എ ബി ഹോൾ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഐ. ഓക്കെ, വാട്ട് ഇസ് ഐ? അല്ല, ക്ലിയർ അല്ലേ? എ ഇൻവേഴ്സ് ഇൻറ്റു എ ഐ ഇൻറ്റു ബി, ഇത് അതുപോലെ എഴുതി. ഓക്കെ, എ ഇൻവേഴ്സ് ഇൻറ്റു ഐ എന്താ? എ ഇൻവേഴ്സ് തന്നെ. ഐ മീൻസ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്, ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഓക്കെ, ക്ലിയർ. വാട്ട് ഇസ് ഐ ഇൻറ്റു ബി? ബി തന്നെ. ബി ടു എ ബി ഹോൾ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ്. അങ്ങനെ കിട്ടി. ഇനി ഞാൻ ഇതിൽ ഇപ്പോൾ ഇതിൻ്റെ ബോത്ത് സൈഡ്സിൽ ബി ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്പിൾ ആക്കുന്നു. നേരത്തെ നമ്മൾ എ ഇൻവേഴ്സിനെ മൾട്ടിപ്പിൾ ആക്കിയ പോലെ ഇപ്പോൾ ഇവിടെ ബി ഇൻവേഴ്സിനെ കൊണ്ട് മൾട്ടിപ്പിൾ ആക്കുന്നത് പറഞ്ഞു. ബി ഇൻവേഴ്സ് ബി എ ബി ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. അപ്പോൾ എന്ത് ചെയ്തു?
ഈ എക്സ്പ്രഷനിൽ ബി ഇൻവേഴ്സിനെ കൊണ്ട് ബോത്ത് സൈഡ്സിൽ മൾട്ടിപ്പിൾ ആക്കി. ആദ്യം എ ഇൻവേഴ്സിനെ കൊണ്ട് മൾട്ടിപ്പിൾ ആക്കിയതുപോലെ. അതെന്താണ് സംഭവിക്കുന്നത് നോക്കാം. വാട്ട് ഇസ് ബി ഇൻവേഴ്സ് ഇൻറ്റു ബി? ഐ, ബിക്കോസ് വാട്ട് ബി ഇൻവേഴ്സ് ഈസ് എ ഇൻവേഴ്സ് ഓഫ് ബി അല്ലേ. അപ്പോൾ ഇതെന്തായി? ഐ ഇൻറ്റു എ ബി ഹോൾ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. വാട്ട് ഇസ് ഐ ഇൻറ്റു എ ബി ഹോൾ ഇൻവേഴ്സ്? ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. സോ എ ബി ഹോൾ ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. ദിസ് ഈസ് എ റിസൾട്ട്. അപ്പോൾ അത് ബൈ ഹാർട്ട് ചെയ്യണം. അപ്പോൾ എ ബി ഹോൾ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. അപ്പം ഇവിടെ നമ്മൾ അറിയേണ്ട കാര്യം എന്താണ്? എ ആൻഡ് ബി ആർ ടു ഇൻവേർട്ടിബിൾ സ്ക്വയർ matrices, and if the inverse of the product matrix AB exists, its result will be B inverse A inverse ആയിരിക്കും. അല്ലാണ്ട് A inverse into B inverse അല്ല, ഇങ്ങനെയല്ല. എ ബി ഹോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി ഇൻവേഴ്സ് എന്ന് അല്ല, ഇത് റോങ്. അങ്ങനെയല്ല. എന്തായിരിക്കും പിന്നെ? ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് ആയിരിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു നോക്കാം. അപ്പോൾ ഇഫ് എ ആൻഡ് ബി ആർ ടു ഇൻവേർട്ടിബിൾ മെട്രിസസ്, ദെൻ എ ബി ഹോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. ഓക്കെ, let us discuss a question. See, using elementary row operation, find A inverse if A is equal to 1 to 2 minus 1. So you have given a matrix A is equal to 1 to 2 minus 1. So you are asked to find the inverse of this matrix A is equal to 1 to 2 minus 1. അങ്ങനെ ഇൻവേഴ്സ് കാണാനാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. എങ്ങനെ? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എലമെൻ്ററി റോ ഓപ്പറേഷൻസ്. അപ്പോൾ അതിൻ്റെ റൂൾസിൽ 3 റൂൾസ് ഉണ്ട്. ഇതൊക്കെയായിരുന്നു. 2 rows can be interchanged. Similarly, 2 columns can be interchanged. For this question, you are asked to find the inverse by using elementary row operations. So the കോളത്തിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. ഓൺലി റോ ഓപ്പറേഷൻ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യണം? ഈ മെട്രിക്സ് എൻ്റെ ഇൻവേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യണം. അത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് റോ ഓപ്പറേഷനിലാണ്, എലമെൻ്ററി റോ ഓപ്പറേഷനിൽ ചെയ്യണം. സോ ഫോർ ദാറ്റ് we have A is equal to, ഇങ്ങനെ എഴുതിക്കൂടെ? A is equal to A into Y. Clear? No doubt. A is equal to A into Y. No doubt. So what is A? A means 1, 2, 2 minus 1 into A. അങ്ങനെ നോക്കാം. A into I is what? 1, 0, 0, 1. No doubt. Isn't it? ഇപ്പോൾ എ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഐ. ഇപ്പോൾ എ മീൻസ് 1, 2, 2 minus 1. പിന്നെ ഇത് അതുപോലെ വെച്ച് 2 പ്രാവശ്യം എഴുതേണ്ടത് മാത്രം. 1, 0, 0, 1. ഇപ്പോൾ ഞാൻ ഇതിനെ ആഫ്റ്റർ അപ്ലൈയിങ് എലമെൻ്ററി റോ ഓപ്പറേഷൻസ്, അവർ എയിം ഈസ് ടു കൺവേർട്ട് ദിസ് മെട്രിക്സ് ഇൻ ടു ഐഡൻറ്റിറ്റി മെട്രിക്സ്. നമ്മൾ പഠിച്ച എലമെൻ്ററി റോ ഓപ്പറേഷൻസിൽ 3 റൂൾസ് യൂസ് ചെയ്തുകൊണ്ട് ഈ മെട്രിക്സിനെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആക്കുക എന്നതാണ്. അത് ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും നമുക്ക്. അപ്പോൾ വാട്ട് ഇസ് ഐഡൻറ്റിറ്റി മെട്രിക്സ്? 1, 0, 0, 1. അപ്പോൾ ഇവിടെ 1 ഉണ്ട്. ഓക്കെ, 1, 0, 0, 1. അപ്പോൾ ഇതിന് 1, 0, ഇത് 0, ഇത് നമുക്ക് 0 ആക്കണം, ഇത് 0 ആക്കണം, ഇത് 1 ആക്കണം. എങ്ങനെയാക്കണം? നേരത്തെ പഠിച്ച എലമെൻ്ററി റോ ഓപ്പറേഷൻസിൻ്റെ 3 റൂൾസ് യൂസ് ചെയ്തിട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഓക്കെ, ഇത് 1 ഇവിടെ ഉണ്ട്. ഞാനിപ്പോൾ ഇതിനെ 0 ആക്കാൻ പോവുകയാണ് അല്ലേ. ഫസ്റ്റ് റോ ഇതാണ്, സെക്കൻഡ് റോ ഇതാണ്. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന റോ ഓപ്പറേഷൻ ആയതുകൊണ്ട് ഫസ്റ്റ് റോയിലുള്ള ഈ 1 ഓക്കെയാണ്. അപ്പം ഈ സെക്കൻഡ് റോയിൽ ഇത് 0 ആക്കണം. 1, 0, 0, 1 എന്നുള്ള വരുന്നുണ്ട്. അപ്പോൾ ഇത് 0 ആക്കാൻ വേണ്ടി ഞാനിപ്പോൾ ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ഇതുപോലെ തന്നെ എഴുതുന്നു. ഈക്വൽ ടു എ ഇൻറ്റു ഇങ്ങനെ എഴുതി വെച്ചു. ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ 1, 2നെ അതേപോലെ വെച്ചു. അപ്പോൾ ഇവിടെ 1, 0 അതുപോലെ തന്നെ ഉണ്ട്.
So second row is converting. What is second row? R2. R2നെ മാറ്റുന്നു. R2നെ R2 മൈനസ് 2R1 എന്ന് എഴുതിക്കൂടെ ബൈ ദ തേർഡ് റൂൾ ഓഫ് എലമെൻ്ററി ഓപ്പറേഷൻ അല്ലേ? അപ്പോൾ ഒരു റോയിലുള്ള എലമെൻസിലേക്ക് വേറൊരു കറസ്പോണ്ടിങ് റോയിലുള്ള എലമെൻസിൻ്റെ മൾട്ടിപ്പിൾ ഒരു നോൺ സീറോ എലമെൻറ്റ് മൾട്ടിപ്പിൾ ചെയ്തത് ആഡ് ആക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നോൺ സീറോ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ ആരാണ്? ഇപ്പോൾ ഇവിടെ -2 ആണ് മൾട്ടിപ്പിൾ. സോ -2 R1 മൾട്ടിപ്പിൾ ചെയ്തത് R2ൻ്റെ കൂടെ ആഡ് ആക്കി. അപ്പോൾ -2 പ്ലസ് മൈനസ് വരുമ്പോൾ ഇങ്ങനെ R2 gives R2 പ്ലസ് -2R1 ഇങ്ങനെ ആക്കാമല്ലോ. സോ പ്ലസ് മൈനസ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതി മാത്രം. യെസ്, അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ മനസ്സിലായില്ല നോക്കിക്കോടെ. അപ്പോൾ 1 2 ഓക്കെ. എന്താ R2 gives R2 മൈനസ് 2R1. R2 ഇതാണ്, ഇത് R1, ഇത് R2. അപ്പോൾ R2നെ എങ്ങനെയാണ് മാറ്റുന്നത്? R2 മൈനസ് ദാറ്റ് ഈസ് 2 മൈനസ് R2 മൈനസ് 2 മൈനസ് 2R1. 2 ഇൻറ്റു R1 ആരാ? 1. ദാറ്റ് ഈസ് 2 മൈനസ് 2 ഇൻറ്റു 1 2. ദാറ്റ് ഈസ് വാട്ട്? 0. അങ്ങനെ ഇവിടെ 0 ആക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ എയിം എന്താ? 1 0, ഇത് 0 1 അങ്ങനെ കൊണ്ടുവരലാണ് നമ്മളെ എയിം അല്ലേ? അപ്പോൾ അങ്ങനെ ആക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഇതിനെ R2നെ R2 മൈനസ് ഇതിനെ ഡബിൾ ആക്കിയാൽ പോരെ. 2 ഇൻറ്റു R1 എന്നിട്ട് മൈനസ് ആക്കുമ്പോൾ ഇത് 0 ആവും. അതേപോലെ ഇവിടെയും വരും. എന്ത് വരും? -1 R2 മൈനസ് -1 മൈനസ് 2 ഇൻറ്റു R1 2 ഇൻറ്റു 2 ദാറ്റ് ഇസ് -1 -4 ആവും. ദാറ്റ് ഇസ് -5 വരും. ഇത് -5 വന്നു. ക്ലിയർ? അതേ മാറ്റം ഇവിടെയും വരുത്തണം. എങ്ങനെ? യെസ്, ഇവിടെ 0 ഉള്ളത്. അപ്പോൾ 0 മൈനസ് 2 ഇൻറ്റു R1 2 ഇൻറ്റു 1 ദാറ്റ് ഇസ് 0 മൈനസ് 2 ഇൻറ്റു 1 2 ദാറ്റ് ഈസ് -2. ഇത് -2 ആയി. സിമിലർലി ഇത് 1 മൈനസ് 2 ഇൻറ്റു 0 ദാറ്റ് ഈസ് 1 മൈനസ് 2 ഇൻറ്റു 0 0 ദാറ്റ് ഈസ് ഇത് 1 തന്നെയാവും. അപ്പം അങ്ങനെ ഒരു സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞു. ഇതൊക്കെ ഇപ്പോൾ 1 0 0 1. അപ്പം ഇത് 0 ആക്കണം, ഇത് 1 ആക്കണം. ആദ്യം നമുക്ക് 1ൻ്റെ ചെയ്യാം, പിന്നെ 0 ചെയ്യുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഇനി ഈ -5 അവിടെ നിന്ന് മാറ്റി അവിടെ 1 ചെയ്യണം. അപ്പോൾ R2 അല്ലേ? R2നെ നമ്മൾ മാറ്റാൻ പോവുകയാണ് അഗെയിൻ. അപ്പോൾ ഇതുപോലെ തന്നെ നേരത്തെ പോലെ തന്നെ ആക്കി വെച്ചു. A ഇൻറ്റു എന്താ ചെയ്യുന്നത്? R2 gives ഇതിവിടെ 1 ആക്കണം. ഇവിടെ 1 ചെയ്യാൻ വേണ്ടി R2 ഇൻറ്റു -1/5 കൊടുത്താൽ പോരെ. -1/5 ഇൻറ്റു R2 ബൈ സെക്കൻഡ് റൂൾ. സെക്കൻഡ് റൂൾ ഒരു മെട്രിക്സിലെ റോയിലുള്ള എലമെൻസിൻ്റെ കൂടെ നോൺ സീറോ എലമെൻറ്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഹിയർ നോൺ സീറോ എലമെൻറ്റ് മീൻസ് -1/2 -1/5 -1/5 ഇതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. R2 gives -1/5 R2 എന്നായി. അപ്പം എന്താ ചെയ്യാൻ പോകുന്നത്? ഈ സെക്കൻഡ് റോ ആണ് മാറ്റുന്നത് അല്ലേ? സെക്കൻഡ് റോ മാറ്റാൻ പോകുന്നത്. ഫസ്റ്റിന് അങ്ങനെ ഒന്നും സംഭവിച്ചില്ല, 1 2 ആക്കി. ഇവിടെ അങ്ങനെ 1 0. അപ്പോൾ ഇതെന്ത് ചെയ്യണം? ഇത് ഇപ്പോൾ 0 മൈനസ് -1/5 അല്ലേ? 0 ഇതെന്താ? R2 gives. അപ്പോൾ 0 gives -1/5 ഇൻറ്റു R2. R2 എന്താ? -1/5 ഇൻറ്റു R2. അപ്പോൾ R2 gives -1/5 ഇൻറ്റു R2. അപ്പോൾ -1/5 ഇൻറ്റു 0 ദാറ്റ് ഇസ് -1/5 ഇൻറ്റു 0 എന്താ? 0 തന്നെ. അപ്പോൾ ഇത് 0 തന്നെ അല്ലേ? R2 gives -1/5 ഇൻറ്റു R2. അപ്പോൾ -1/5 ഇൻറ്റു R2 0. -1/5 ഇൻറ്റു 0 0. സിമിലർലി ഇവിടെയോ -5 ഇൻറ്റു അല്ലേ? R2 -1/5 ഇൻറ്റു R2. R2 വരാ -5. 2 മൈനസ് പ്ലസ് ആയി, 5 കട്ടായി. സോ ഇത് 1 ആയി. അതുപോലെ ഇവിടെ -2 ഉള്ളത് എന്താവും? -1/5 ഇൻറ്റു
-2. -1/5 into -2. That is minus plus I, that is 2/5. 2/5. ഇതോ -1/5 into 1. That is -1/5 ആണ്. -1/5. അപ്പോൾ ഈ സ്റ്റേജിലേക്ക് നമ്മളിപ്പോൾ എത്തി. ദെൻ അഗെയിൻ നോക്കാം. ഇപ്പോൾ 1 0. ഇനി ഇത് 0 ആക്കിയാൽ നമ്മൾ പണി കഴിഞ്ഞു. ഇത് 0 ആക്കണം. അപ്പോൾ R1 ആണ് ചേഞ്ച് ആക്കുന്നത്. R2 അതുപോലെ ഉണ്ടാവും. അപ്പോൾ നേരത്തെ പോലെ ആക്കി നോക്കാം. ഈക്വൽ ടു A ഇൻറ്റു ഇങ്ങനെ അല്ലേ. അപ്പോൾ ഇത് നമുക്ക് ചേഞ്ച് ആക്കണം. അപ്പോൾ അത് എഴുതാൻ പാടില്ല. 0 1 അങ്ങനെ തന്നെ ഉണ്ടാവും. ഇവിടെ 2/5 -1/5. 2/5 -1/5. അപ്പോൾ ഇതിനെ മാറ്റണം, അതിനെ മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യണം? യെസ്, നമ്മളെ എയിം എന്താണ്? 1 0. ഇത് 0 ആക്കണം. ഇത് 0 ആക്കാൻ ഈ R1നെ മാറ്റുന്നു. R1നെ എങ്ങനെ ആക്കണം? R1 - 2R2 ആക്കിയാൽ പറയാം. ഇവിടെ 2 ആയിരുന്നുവെങ്കിൽ 2 - 2 0 ആവും. അപ്പോൾ എങ്ങനെ ഇവിടെ 2 ആക്കാം? ഇതിനെ മൊത്തം 2 കൊണ്ട് മൾട്ടിപ്പിൾ ആക്കണം. അപ്പോൾ ഈ R2 മാറ്റണം. R2 gives R2 - 2R1. R1 gives R1 - 2R1 അല്ലേ. R1 മാറ്റി എഴുതുന്നു. R1 എങ്ങനെ ആക്കണം? R1 - 2R2 അങ്ങനെ മാറ്റി എഴുതണം. അപ്പോൾ പറഞ്ഞോളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ആരാളുള്ളത്? ഇപ്പോൾ 1. അപ്പോൾ 1 - 2 into R2 0. 1 - 2 into 0. That is 1 - 0. That is 1 തന്നെ. ഇത് 1 മാറും, അത് മാറൂല. ദെൻ ഇതാണ് നമുക്ക് 0 ആക്കണ്ട അല്ലേ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? R1 that is 2 - 2 into R2. 2 into R2 ആരാ? 2. 2 minus once again this 2 minus 2 into 2 into 1. That is 2 into 1 2. That is 0. See once again. അപ്പോൾ ഇതിനാണ് മാറ്റാൻ പോകുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യണം? ഇത് -2 into this 1. അപ്പോൾ 1 - 2 into 0. That is 2 into 0 0 അങ്ങനെ 1. പിന്നെയോ അടുത്ത ആ 2ന് 2 - 2 into 1. That is 2 - 2. That is 0. അപ്പോൾ ഇതങ്ങനെ ഓക്കെ. ഇവിടെ നമുക്കാരെ കിട്ടി? 0 കിട്ടി. 0 കിട്ടി. അപ്പോൾ അതുപോലെ തന്നെ ഇതിലും ചെയ്യണം. എന്ത് ചെയ്യണം? ഇവിടെ ഇപ്പോൾ ആരാളുള്ളത്? 1 ഉണ്ട്. അപ്പോൾ 1 - 2 into 1 - 2 into R2. അപ്പോൾ 1 - 2 into R2. അപ്പോൾ 2 into 2/5. That is 1 - 4/5. ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാവുകയാണെങ്കിൽ ഇപ്പോൾ 5 1 into 5 5 minus 4 into 1 4. That is 5 minus 4 1. ഇത് 1/5 ആവും. 1/5 ആവും. സിമിലർലി ഇവിടെ ചെയ്യാൻ എന്ത് വേണം? ഇവിടെ ആരാ ഉള്ളത്? 0 അല്ലേ. അപ്പോൾ 0 minus 2 into R2. 2 into ആരാ? -1/5. -1/5. രണ്ട് മൈനസ് പ്ലസ് ആയി. അപ്പോൾ 0 plus 2 into 1 2 into 1 2/5. 0 plus 2/5 what? 2/5. 2/5. 0 plus 2/5 2/5. അപ്പോൾ ഇവിടെ ആര് എഴുതണം? 2/5. ഓക്കെ. അങ്ങനെ കിട്ടി. അപ്പോൾ ഈ കോഡാണ് നമുക്കിതിൽ ഇമ്പോർട്ടൻറ്റ്. റോ ഓപ്പറേഷൻ ആയതുകൊണ്ട് ഇതിലൊന്നും കോളം C1 C2 ഒന്നും കാണില്ല, ഓൺലി റോസ്. അപ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പോൾ 1 0 0 1. ഇപ്പോൾ ഇങ്ങനെയുള്ളത് 1 0 0 1 ഈക്വൽ ടു ഇതാരാണ്? എ. വാട്ട് ഈസ് എ? ക്വസ്റ്റ്യൻ. 1 2 2 minus 1 ഇൻറ്റു പിന്നെ ആരെ കിട്ടി? 1/5 2/5 2/5 minus 1/5 ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയത് ഇറ്റ് ഈസ് എ. ഇത് സം അതർ മെട്രിക്സ്. അപ്പോൾ എ ഇൻറ്റു വേറൊരു സാധനം
ആൻസർ എന്താണ്? ഐ. അപ്പോൾ എപ്പോഴാണ് ടു മെട്രിക്സിൻ്റെ പ്രോഡക്റ്റ് ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടുക? ഒന്ന് മറ്റേതിൻ്റെ ഇൻവേഴ്സ് ആകുമ്പോൾ അല്ലേ? അപ്പോൾ എ ഇൻറ്റു സപ്പോസ് ഇത് ബി ആണെന്ന് വെച്ചോ, എ ഇൻറ്റു ബി ഈക്വൽ ടു ഐ മീൻസ് വാട്ട്? ബി ഈസ് എ ഇൻവേഴ്സ് ഓഫ് എ ഓർ എ ഈസ് എ ഇൻവേഴ്സ് ഓഫ് ബി. സോ ഹിയർ വാട്ട്? ഇതിൻ്റെ ഇൻവേഴ്സാണ് ഇത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻവേഴ്സാണ് ഇത്. ഇതാരാണ്? എ. അപ്പോൾ എയിൻ്റെ ഇൻവേഴ്സാണ് ഇപ്പുറത്ത്. ആരത്? 1 2/5 2/5 മൈനസ് 1/5. ഇങ്ങനെ നമ്മൾ ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണാൻ വേണ്ടി പഠിച്ചു. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എലമെൻ്ററി റോ ഓപ്പറേഷനിൽ നമ്മളൊരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സിനെ ഇപ്പോൾ കാണാൻ വേണ്ടി പഠിച്ചു. ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടി. യൂസിങ് എലമെൻ്ററി റോ ഓപ്പറേഷൻ ഫൈൻഡ് എ ഇൻവേഴ്സ് ഇഫ് എ ഈസ് എ മെട്രിക്സ്. ഇതിൻ്റെ ഇൻവേഴ്സ് കാണണം. അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ എഴുതും. എ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഐ. ഇപ്പോൾ എ എന്ന് പറയുമ്പോൾ 1 2 2 - 1 എ ഇൻറ്റു ഐ 1 0 0 1 അങ്ങനെ കൊടുത്തു. ഇനി എന്ത് ചെയ്യുന്നു? നമ്മൾ എന്താ? ഇത് 1 ഇത് 0 ആക്കണം അല്ലേ? റോ ഓപ്പറേഷൻ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നോക്കൂല, റോ മാത്രം. അപ്പോൾ ഇതൊക്കെ ഇത് 1 ഇത് 0 ആക്കണം. സോ 2 മൈനസ് ഇവിടെ 2 ആണെങ്കിൽ 2 - 2 0 ആവും. അപ്പോൾ ഇവിടെ 2 ആക്കിയാൽ മതി. എന്ത് ചെയ്യണം? ഈ R1 2 കൊണ്ടങ്ങ് മൾട്ടിപ്പിൾ ആക്കിയാൽ മതി. ഇത് ഫുൾ 2 കൊണ്ടങ്ങ് മൾട്ടിപ്പിൾ ആക്കും. അപ്പോൾ ഇവിടെ ആരാവും? 2. ഇത് 4 ആവും. അപ്പോൾ 2 - 2 0 ആവും. ഇവിടെ 4 ആണ് ഉള്ളത്. -1 -4 -5. അപ്പോൾ എന്താ ചെയ്തത്? R1 മാത്രം. R1 gives R1 minus 2R2 അല്ലേ? R1 gives R2 gives R2 minus 2R1 R2 gives R2 minus 2R1 അങ്ങനെ ഇത് ചെയ്തു. അപ്പോൾ ഈ R2നെ സ്പ്ലിറ്റാക്കി. 2 മൈനസ് ഇവിടെ 2 ആവണം. അപ്പോൾ R2 മാറ്റി എഴുതണം. R2 minus 2R1 എന്ന് മാറ്റി എഴുതി. അപ്പോൾ അങ്ങനെ ഈ സ്റ്റെപ്പിലേക്ക് നമ്മളെത്തി. സിമിലർലി ഇപ്പോൾ 1 0 ഇത് 0 1 ആവണം അല്ലേ? ഇവിടെ 1 ആവണം. അപ്പോൾ -5 ഉള്ളത്. ഇത് 1 ആക്കാൻ എന്ത് ചെയ്യണം? -5 കൊണ്ടാണ് ഡിവൈഡ് ആക്കിയാൽ പോരെ. -5/-5. അപ്പോൾ -5/-5 മീൻസ് വാട്ട്? ഈ -1/5 കൊണ്ട് മൾട്ടിപ്പിൾ ആക്കലാണ്. -1/5 മൾട്ടിപ്പിൾ ആക്കലാണ്. ആരെ? ഈ R2നെ. അപ്പോൾ ഇത് ഫുള്ള് -5/-5 ആവും. 0/-5 0 തന്നെ. -5/-5 ഇത് 1 ആവും. അതേ മാറ്റം ഇപ്പുറത്തും കാണിക്കണം. എന്താവും? -2/-5 1/-5 അല്ലേ? -2/- മൈനസ് പ്ലസ്. അപ്പോൾ 2/5 ഇത് -1/5. അപ്പോൾ -1/5 കൊണ്ട് മൾട്ടിപ്പിൾ ആക്കി. നോട്ട് 1/5 -1/5 മൾട്ടിപ്പിൾ ആക്കി. അപ്പോൾ ഇത് കിട്ടി. അപ്പോൾ 1 0 ഇത് 0 1. അപ്പോൾ 1 ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇനി എന്താക്കണം? ഇതിനെ ഇത് 0 ആക്കണം. അപ്പോൾ ഇത് 0 ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ 2 ഉണ്ടായാൽ മതിയായിരുന്നു. അപ്പോൾ 2/2 - 2 0 ആവും. അപ്പോൾ എന്ത് ചെയ്യണം? R1നെ മാറ്റി എഴുതണം. R1 gives R1 minus 2R2. R1 gives R1 minus 2R2. അങ്ങനെ വരുമ്പോൾ എന്തായി? ഇവിടെ നമുക്ക് 1 0 ഇത് 0 ആവും. ഇവിടെ 1 ആവും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാറ്റം ഇവിടെ ഉണ്ടാവും. ആ രീതിയിൽ നമ്മൾ കണ്ടുപിടിച്ചു. ഇങ്ങനെയാണ് എലമെൻ്ററി റോ ഓപ്പറേഷൻസ് പ്രോബ്ലം ചെയ്യുക.